ഹലോ ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന ആ PSC എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങളും റെഡിയാണോ? എങ്കിൽ വെറുതെ കുറച്ച് വർഷങ്ങളും പേരുകളും കാണാപാഠം പഠിക്കുന്ന ആ പഴയ രീതി നമുക്കൊന്ന് മാറ്റിയാലോ? പകരം ഈ ചരിത്രവസ്തുതകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട ഒരു വലിയ കഥയായിട്ട് തന്നെ ഒന്ന് കേട്ടുനോക്കൂ. സത്യം പറയാമല്ലോ, അതൊരു കിടിലൻ തന്ത്രമാണ്. അപ്പോ ആ ഒരു നറേറ്റീവ് സ്റ്റൈലില് കേരള ചരിത്രമെന്ന ഈ വലിയ ഇതിഹാസത്തിലൂടെ നമുക്കൊരു യാത്ര പോയാലോ? ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലെയിനറിൽ നമ്മൾ ഈ ചരിത്രത്തെ 5 ചെറിയ ചാപ്റ്ററുകളായിട്ടാണ് കാണാൻ പോകുന്നത്. ആദ്യകാല കലാപങ്ങൾ, നവോത്ഥാന നായകർ, ക്ഷേത്രപ്രവേശന സമരങ്ങൾ, ആധുനിക കേരളം, പിന്നെ ഫൈനലായി നിങ്ങളുടെ സ്വന്തം പരീക്ഷാ വിജയം. നമുക്ക് നേരെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യകാല കലാപങ്ങളും സന്ധികളും. വാളുകൾ കൂട്ടിമുട്ടുന്ന, അധികാരങ്ങൾ മാറിമറിയുന്ന ഒരു പഴയ കാലത്താണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അധിനിവേശക്കാർക്കെതിരെയുള്ള ആദ്യത്തെ തീപ്പൊരികൾ കേരളത്തിൽ വീഴുന്ന കാലം. പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ആ 3 പ്രധാന വർഷങ്ങളാണിതാ ഇവിടെ കാണുന്നത്. ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ ആദ്യത്തെ സംഘടിത തിരിച്ചടിയായ 1721 ആറ്റിങ്ങൽ കലാപം. പിന്നെ 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ നടത്തിയ ആ വിഖ്യാതമായ കുണ്ട്ര വിളംബരം. അതിനുശേഷം 1812 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ ലഹള. ഈ പോരാട്ടങ്ങളുടെ ഓർഡർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു വശത്ത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് ചില കരാറുകളിലൂടെ കേരളത്തിന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കപ്പെടുകയായിരുന്നു. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ കയ്യിലാകാൻ കാരണമായ 1792 ശ്രീരംഗപട്ടണം സന്ധി നിങ്ങൾ തീർച്ചയായും നോട്ട് ചെയ്യണം. കൂടാതെ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട പുറക്കാട് ഉടങ്കളിയും പഴയ തിരുവിതാംകൂറിലെ ഒരു വലിയ ഭരണപരമായ നാഴികക്കല്ലായ പെരിയാർ നദിയുടെ ഗതിമാറ്റവും എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ, നവോത്ഥാന നായകൾ. പടക്കളങ്ങളിൽ നിന്നും മാറി നമ്മുടെ കേരളം വളരെ പെട്ടെന്ന് തന്നെ ഒരു ബൗദ്ധികമായ ഉണർവിലേക്ക് മാറുകയാണ്. ഈ മാറ്റത്തിന് നേതൃത്വം നൽകിയത് ദീർഘവീക്ഷണമുള്ള ചില നായകന്മാരാണ്. സത്യത്തിൽ എന്തായിരുന്നു ഇവരുടെ ആയുധം? പുസ്തകങ്ങളും ആശയങ്ങളും തന്നെ. ശ്രീനാരായണ ഗുരു 1888 നടത്തിയ വിപ്ലവകരമായ അരുവിപ്പുറം പ്രതിഷ്ഠയും അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകം, ദർശനമാല പോലെയുള്ള കൃതികളും അക്ഷരാർത്ഥത്തിൽ കേരള ചരിത്രത്തെ മാറ്റിമറിച്ചു. അതോടൊപ്പം ചട്ടമ്പിസ്വാമികളുടെ ആത്മീയ വിപ്ലവങ്ങളും പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്ന പുസ്തകങ്ങളും സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇവിടുന്ന് നമ്മുടെ കഥയിലെ അടുത്ത ഹീറോയിലേക്ക് വരാം. സാക്ഷാൽ അയ്യങ്കാളി. അക്കാലത്ത് നിഷേധിക്കപ്പെട്ടിരുന്ന പൊതുവഴികളിലൂടെ നടക്കാനുള്ള അവകാശത്തിനു വേണ്ടി 1893 അദ്ദേഹം നടത്തിയ ആ വില്ലുവണ്ടി യാത്ര ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര ബോൾഡായിട്ടുള്ളൊരു മൂവായിരുന്നു അത്. പിന്നീട് 1907 അദ്ദേഹം വളരെ ശക്തമായ സാധുജന പരിപാലന സംഘത്തിനു രൂപം നൽകി ആ പോരാട്ടങ്ങൾ മുന്നോട്ട് നയിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശം തോന്നും, അല്ലേ? PSC പരീക്ഷകളിൽ സ്ഥിരമായി ആവർത്തിക്കുന്ന പഴയ സാമൂഹിക വ്യവസ്ഥിതിയെ പിടിച്ചുകുലുക്കിയ ഒരു ഡയലോഗാണിത്. സഹോദരൻ അയ്യപ്പന്റെ ഐതിഹാസികമായ ആ മുദ്രാവാക്യം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. അദ്ദേഹം വെറുതെ ഡയലോഗടിക്കാൻ മാത്രമല്ല ചെയ്തത് കേട്ടോ. ആ പറഞ്ഞത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. ജാതീയതയുടെ വലിയ മതിലുകൾ തകർത്തെറിയാൻ 1917 അദ്ദേഹം നടത്തിയ മിശ്രഭോജനം എന്ന വിപ്ലവകരമായ പരിപാടി ശരിക്കും തുല്യതയുടെ പുതിയൊരു യുഗത്തിനാണ് തുടക്കം കുറിച്ചത്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുകയാണ്. മനുഷ്യന്റെ അടിസ്ഥാന തുല്യതയ്ക്കായുള്ള പോരാട്ടങ്ങൾ ഇനി നേരെ ആരാധനാലയങ്ങളിലേക്ക് വഴിമാറുന്നതാണ് ക്ഷേത്രപ്രവേശന സമരങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ പാത ഒരു ചിത്രമായി നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തു വെച്ചോളൂ. എക്സാമിന് ഇതിൽ നിന്നൊരു ചോദ്യം ഏറെക്കുറെ ഉറപ്പാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നാണ് തുടക്കം. പിന്നീടത് കൂടുതൽ കരുത്തോടെ 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് നീളുന്നു. ഒടുവിൽ 1936 ചരിത്രപ്രധാനമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ എത്തിനിൽക്കുന്നു. ഈ സമരങ്ങളിലെ നായകന്മാരെയും നിങ്ങൾ മറക്കാൻ പാടില്ല. വൈക്കം സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം തന്നെ അതിനൊരു ദേശീയ ശ്രദ്ധ നേടിക്കൊടുത്തു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ K. കേളപ്പന്റെയും AK ഗോപാലന്റെയും നിലപാടുകളും ഒടുവിൽ 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ തീരുമാനവും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ചാപ്റ്റർ 4. പഴയകാലത്തെ അതിരുകളെല്ലാം തകർന്നു വീഴുകയും ചിതറിക്കിടന്നിരുന്ന നമ്മുടെ നാട്ടുരാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആധുനിക കേരളം ഉദയം കൊള്ളുന്നതുമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. 1949 സംഭവിച്ച ആ വലിയ വഴിത്തിരിവ് നോക്കൂ. വിഭജിക്കപ്പെട്ട് കിടന്നിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും വിജയകരമായി ഒന്നിച്ചു ചേർന്ന് തിരുക്കൊച്ചിയായി മാറിയ ആ നിമിഷം ഇന്നത്തെ കേരളത്തിലേക്കുള്ള വലിയൊരു ചുവടുവപ്പായിരുന്നു അത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള സുപ്രധാനമായ ഒരു പോയിന്റാണിത്. പിന്നീടങ്ങോട്ട് ഐക്യകേരള പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങളുടെ വലിയൊരു നിര തന്നെ നമ്മൾ കണ്ടു.
അതിനോടൊപ്പം തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷന്റെ റിപ്പോർട്ടുകളും ഈ മുന്നേറ്റത്തിന് ഭയങ്കര സ്പീഡ് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഇന്നറിയുന്ന കേരളം പിറവിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിലെത്തി. 5ാമത്തെ ചാപ്റ്റർ, പരീക്ഷയിലെ നിങ്ങളുടെ വിജയം. ഇനി ഈ കഥയിലെ ഹീറോ നിങ്ങളാണ്. വരാനിരിക്കുന്ന പരീക്ഷകളെ ഈസിയായി നേരിടാൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഈ ചരിത്രത്തിൽ മികച്ച മാർക്ക് വാങ്ങാൻ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം. 1. തീയതികളൊക്കെ വച്ച് നിങ്ങളുടെ സ്വന്തം ഒരു ടൈം ലൈൻ വരച്ചുവെക്കുക. 2. 2024 നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുക. കാരണം PSC എപ്പോഴും പഴയ ചരിത്ര ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. ഇനി 3ാമത്തെ കാര്യം എന്താണെന്നല്ലേ? നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ. അതെ, വെറും പുസ്തകങ്ങളല്ല, കൃത്യമായി പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് SCERT പാഠപുസ്തകങ്ങൾ. ഈ ടോപ്പിക്കുകൾ നിങ്ങളെക്കൊണ്ട് സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ ഈ പുസ്തകങ്ങൾക്കുള്ള പവർ വേറെ ഒന്നിനുമില്ല കേട്ടോ. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ കൊച്ചു എക്സ്പ്ലെയിനർ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ കണ്ട ഈ ചരിത്ര നായകന്മാരിൽ ആരുടെ നിശ്ചയദാർഢ്യമായിരിക്കും നിങ്ങളുടെ പഠനത്തിൽ നാളെ ഒരു ആയുധമാകാൻ പോകുന്നത്? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആവേശത്തോടെ പഠിക്കുക. വലിയൊരു വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഓൾ ദി ബെസ്റ്റ്.